പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും യൂണിവേഴ്സിറ്റി സെന്ററുകളുടെയും PG അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതെടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കൂടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ്. ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ലഭിക്കാം, ചിലപ്പോൾ അലോട്ട്മെന്റ് ലഭിക്കാതിരിക്കാം, ചിലപ്പോൾ ലോവർ ഓപ്ഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് ഒരു കൺഫർമേഷനും അലോട്ട്മെന്റ് ലഭിക്കുമെന്നുള്ളതിന് നൽകുന്നില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരമുണ്ട്. എഡിറ്റിങ്ങിന് 17-ാം തീയതി വരെ നിങ്ങൾക്ക് എല്ലാവിധ എഡിറ്റിങ്ങും നടത്താവുന്നതാണ്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡിഗ്രിയുടെ രജിസ്റ്റർ നമ്പർ എന്നിവയൊഴികെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയൊഴികെയുള്ള എല്ലാവിധ എഡിറ്റിങ്ങും സാധ്യമാണ്. നിങ്ങളുടെ മാർക്ക് പുതുതായിട്ട് ചേഞ്ച് വരുത്തണമെങ്കിൽ അത് ചേഞ്ച് വരുത്താം. അതുപോലെ തന്നെ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം, നിലവിലുള്ള കൊടുത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാം. എല്ലാ ഫെസിലിറ്റിയും ഇപ്പോൾ ലഭ്യമാണ്. ആ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ എഡിറ്റിങ്ങും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ എഡിറ്റ് ബട്ടൺ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഡിറ്റ് നടത്തുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ PDF എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി. അഡ്മിഷന് പോകുമ്പോൾ എഡിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷന് പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ പ്രിന്റ് ഔട്ടാണ് ആവശ്യമായിട്ട് കോളേജിൽ സമർപ്പിക്കേണ്ടി വരിക. ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.